ഇത്തവണ നന്ദന വോട്ട് ചെയ്തത് അവിടെ അർജുനും ശ്രീധുവിനുമാണ്. നോമിനേഷനിൽ വോട്ട് ചെയ്തത് അർജുനും ശ്രീധുവിനും. കാരണമായി പറഞ്ഞത് ഇവിടെ കോംബോ കളിച്ച് നിൽക്കുന്നു എന്നാണ് അവിടെ നന്ദന കാരണമായി പറഞ്ഞത്. അർജുൻ ചേട്ടനും ശ്രീധു ചേച്ചിയും ഇവിടെ നിൽക്കുന്നത് കോംബോ കളിച്ചാണ്, അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല. നമ്മളെ കാഴ്ചയിൽ അവർ കോംബോ കളിച്ച് നിന്നിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കോംബോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോംബോ കൊണ്ട് മാത്രമാണ് അർജുനും ശ്രീധു ചേച്ചിയും ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും പോകട്ടെ എന്നാണ് അവിടെ നന്ദന പറഞ്ഞ് വോട്ട് ചെയ്തത്. പക്ഷെ നന്ദന മാത്രമാണ് അർജുൻ അവിടെ വോട്ട് ചെയ്തത് എന്നുള്ളത് കൊണ്ട് അവിടെ വോട്ടിങ്ങിൽ വന്നില്ല. അർജുൻ സേവായി. ഒരു വോട്ട് കൊണ്ട് ആരും നോമിനേഷനിൽ വരില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ ശ്രീധുവിനെ ടോട്ടൽ 3 വോട്ടുകളുണ്ടായിരുന്നു. ശ്രീധുവിനെ വേറെയും 2 പേർ വോട്ട് ചെയ്തിരുന്നു. നന്ദന മാത്രമല്ല, അഭിഷേകും വോട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സായിയും ശ്രീധുവിനെ വോട്ട് ചെയ്തിരുന്നു. അങ്ങനെ 3 വോട്ടുകളോട് കൂടി അവിടെ ശ്രീധു നോമിനേഷനിൽ വന്നു. പക്ഷേ അവിടെ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു, ഇവിടെ കോംബോ കളിച്ച് നിൽക്കുന്നു, ഫേക്ക് കോംബോ കളിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ കോംബോ നാടകം കളിച്ച് നിൽക്കുന്നു എന്നാണ് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞത്. അങ്ങനെയാണ് ശ്രീധു നോമിനേഷനിൽ വന്നതെന്ന്. പക്ഷെ ശ്രീധുവിനെ അത് വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴാണ് കോംബോ നാടകം കളിച്ചത്, എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധു ഭയങ്കര കരച്ചിലാണ്. അവിടെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. ജാസ്മിൻ പുറകെ നടന്ന് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവർ പറയും, അതൊന്നും കാര്യമാക്കണ്ട, ആരാണ് പറഞ്ഞതെന്ന് അറിയാമോ എന്ന് അവിടെ ജാസ്മിൻ അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അർജുൻ പറഞ്ഞു, എനിക്ക് ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ആ വ്യക്തി തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞത് നന്ദനയാണ് എന്നുള്ളത് അർജുനെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്കും ആളെ മനസ്സിലായി, ഈ ഒരു കാര്യം അവിടെ ചോദിച്ച സമയത്ത് ആള് മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, ആളാണ് അത് പറഞ്ഞതെന്ന് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി ആരും തന്നെ അവിടെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. അവിടെ സിജോ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സിജോ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറയേയില്ല എന്ന് സിജോ പറഞ്ഞു. അവിടെ ജിൻഡോ വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ കരയുന്നത്, ഇതൊന്നും എടുത്ത് കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ തലോടി അവിടെ വന്ന് ജിൻഡോ സമാധാനിപ്പിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിൻഡോ ബ്രോ അങ്ങനെ ഒരിക്കലും പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അവിടെ അർജുനും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നന്ദനയാണ് പറഞ്ഞതെന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. പക്ഷേ അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധു അവിടെ ഭയങ്കര കരച്ചിലാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള ഇല്ലാത്തരം പറയുന്നത്, കോംബോ എന്ന് പറഞ്ഞോട്ടെ, കോംബോ നാടകം എന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീധു ഭയങ്കര കരച്ചിലാണ്. നോമിനേഷൻ വന്നതിൽ എനിക്ക് വിഷമമില്ല, ആ ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീധു ലൈവില്.